ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ പോകുന്നത് ലോകപ്രസിദ്ധമായ ദുബായ് വാട്ടർ ഷോ കാണാനാണ്. ദുബായ് മോളും ബുർജ് ഖലീഫയും വലയുന്ന അത്ഭുതകരമായ ഈ ഷോ വെറും വെള്ളം നൃത്തം ചെയ്യുന്നത് മാത്രമല്ല, അതൊരു പൂർണ്ണ ലൈവ് എക്സ്പീരിയൻസ് ആണ്. ലൈറ്റ്സ്, മ്യൂസിക് ആൻഡ് വാട്ടേഴ്സ് എല്ലാം ചേർന്നൊരു മാജിക്കൽ പെർഫോമൻസ്. ദുബൈയിൽ വന്നാൽ ഇത് കാണാതെ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദുബായ് വാട്ടർ ഷോ നടക്കുന്നത് ബുർജ് ഖലീഫയുടെ കിഴക്ക് ഭാഗത്തും ദുബായ് മോൾ ഫൗണ്ടനും ബുർജ് ലേക്കും ഉൾക്കൊള്ളുന്ന ഭാഗത്താണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ വലിയ ക്രൗഡായിരുന്നു. ലൈറ്റ്സ്, ഷോ, വെള്ളത്തിൻ്റെ ചലനം എല്ലാം ചേർന്ന് മനസ്സിൽ ഒരു വാവ് ഫീലിംഗ് ഉണ്ടായി. ബുർജ് ഖലീഫയുടെ ഉയരത്തെ നേരിട്ട് കാണുമ്പോൾ നാം വളരെ ചെറിയ ആളുകളായി തോന്നുന്നു. അത് തന്നെ ഒരു മാജിക്കൽ സെറ്റിംഗ് സൃഷ്ടിക്കുന്നു. ഇനി വാട്ടർ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദുബായ് ഫൗണ്ടെയിൻ ദുബായ് മോളിൻ്റെ പൂർണ്ണതയിൽ പണിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റിക് ഷോയാണ്. വെള്ളം 150 മീറ്റർ വരെ ഉയരത്തിൽ പോകും. ഓരോ ഷോയും 3 to 5 മിനിറ്റ്സ് വരെ നീണ്ടു നിൽക്കും. ചെറുതായി റിസർവ് ചെയ്ത ബോട്ട് റൈഡിൽ നിന്ന് വ്യൂ വേണമെങ്കിൽ പണമടച്ച് കാണും. രാത്രി ലൈറ്റ്സുകൾ കൂടുതൽ എഫക്റ്റ് നൽകുന്നുമുണ്ട്, പ്രത്യേകിച്ച് ബുർജ് ഖലീഫ ബ്ലിങ്ക് ചെയ്യുമ്പോൾ. പിന്നെ മ്യൂസിക്, ലൈറ്റിംഗ്, വെള്ളത്തിൻ്റെ ചലനം എല്ലാം ചേർന്ന് ഓരോ ഷോയും വ്യത്യസ്തമാണ്. ഒന്ന് ക്ലാസിക്കൽ, രണ്ടാമത് ഫാസ്റ്റ് പേസ്, മൂന്നാമത് അറബിക് പാട്ടുകൾ. ഓരോ ഷോയും പുതിയ അനുഭവമാണ്. ശരിക്കും ഈ ഷോ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞ അനുഭവമായിരുന്നു. നഗരത്തിൻ്റെ ലൈറ്റ്, ബുർജ് ഖലീഫയുടെ മെജസ്റ്റിനെസ്, വെള്ളത്തിൻ്റെ പെർഫോമൻസ് എല്ലാം ചേർന്ന് ഒരു ഡ്രീം സീൻ സൃഷ്ടിച്ചു. ഇനി ബെസ്റ്റ് വ്യൂ സ്പോട്ട്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് ദുബായ് മോൾ ഫൗണ്ടെയിൻ. ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കാണാം, മാത്രമല്ല നല്ല വ്യൂവുമായിരിക്കും. അടുത്തത് ബുർജ് ലേക്ക് വാക്ക് വേ. ഇതാണെങ്കിൽ ക്ലോസ് ലുക്കിംഗ് ആയിരിക്കും, ഏറ്റവും അനുയോജ്യവുമാണ്. അടുത്തത് ബോട്ട് റൈഡ്. വെള്ളത്തിനിടയിൽ നിന്ന് ഷോ കാണാൻ പറ്റും, പക്ഷേ ഫീസ് അടയ്ക്കണം. അപ്പം ഈവനിങ് 6 മുതൽ ഷോ തുടങ്ങും. നൈറ്റ് ഷോസ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആണ്. വീക്കെൻഡിൽ ആളുകൾ കൂടുതലുണ്ടാകും, അതിനാൽ അല്പം നേരത്തെ എത്തുന്നത് നല്ലതാണ്. ഓരോ 30 മിനിറ്റ് ഇടവിട്ട് പുതിയ ഷോകളുണ്ടാകും. സോ ദുബായ് വാട്ടർ ഷോ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്തൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ദുബായ് യാത്രയിൽ ഇത് കാണാതെ പോകുന്നത് വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ട്രാവൽ ഡെസ്റ്റിനേഷനായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.